അസ്സലാമു സുർമി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ. അതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ചിക്കൻ മോമോസ് എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ ഉമ്മച്ചിയുടെ റെസിപ്പിയാണിത്. ഇതിന് വേണ്ട സാധനങ്ങൾ: ഒരു സവാള കട്ട് ചെയ്തത്, കുറച്ച് കറി ലീഫ്, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, ഒരു ടീസ്പൂൺ ഗാർലിക്, ഒരു ടീസ്പൂൺ ജിഞ്ചർ. പിന്നെ വീറ്റ് ഫ്ലോർ ആണ് വേണ്ടത്. വീറ്റ് ഫ്ലോർ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ച് വെക്കുന്ന അതേ രൂപത്തിൽ ഞാൻ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിലോട്ട് ഗ്രീൻ പീസും ക്യാരറ്റും കൂടി മിക്സ് ചെയ്ത വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് മതി, അത് വേണം നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. പിന്നെ ഇതിന് വേണ്ടി നമ്മളിവിടെ ഒരു ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് കുറച്ച് കുരുമുളക് ചേർത്തെടുക്കാം. പിന്നെ കുറച്ച് സോയാ സോസും കെച്ചപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്തെടുത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മളിതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ഈ വീറ്റ് ഫ്ലോറിൻ്റെ മാവ് അതൊന്ന് ബോൾ ഷേപ്പിൽ റൗണ്ട് ചെയ്തെടുക്കണം. എല്ലാതും ഇതേപോലെ ചപ്പാത്തിക്ക് റൗണ്ട് ചെയ്തെടുക്കുന്ന മാതിരി റൗണ്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ എല്ലാതും ഇവിടെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അങ്ങനെ എല്ലാതും ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു മെഷീനിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പരത്തിയെടുക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലോട്ട് ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ബ്രൗൺ കളർ ആവാൻ കാത്തു നിൽക്കരുത്. അതിന് മുന്നേ ഓഫാക്കണം. കാരണം നമുക്കിത് വേവിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് അത്ര വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ഫ്ലേവറിന് വേണ്ടി. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് ചേർത്തെടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഗ്രീൻ പീസ് ക്യാരറ്റ് കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ചേർത്തെടുക്കുക. ഇപ്പം നമ്മളുടെ മാവിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പരത്തി വെച്ച് ഈ മാവിൻ്റെ ഉള്ളിൽ ഈ കൂട്ടൊന്ന് വെച്ചിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്തെടുക്കണം. അത് നമ്മുടെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം. ഞങ്ങളിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ക്ലോസ് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ എല്ലാതും ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം ഈ ഒരു ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഇടിയപ്പത്തട്ടിൻ്റെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുക. ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുന്നതിനെ വെച്ചാൽ അതിൻ്റെ അടിയിൽ നിന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഓരോ മോമോസ് എടുത്ത് ഇതിലോട്ട് വെക്കാം. നമുക്കിനി ഇതെല്ലാം ഈ സ്റ്റാൻഡിൻ്റെ ഉള്ളിലൊന്ന് വെക്കാം. ഞാനിവിടെ ഈ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇടിയപ്പത്തിൻ്റെ തട്ട് വെച്ചെടുക്കാം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 10 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ മോമോസ് ഇവിടെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്നൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.
പിന്നെ റംസാനൊക്കെ ആയതുകൊണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അതുപോലെ തന്നെ വീറ്റ് ഫ്ലോർ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വീറ്റ് ഫ്ലോർ അല്ലാത്ത നിങ്ങൾക്ക് ഫ്ലോർ കൊണ്ട് ഉണ്ടാക്കാം. ഫ്ലോർ പറഞ്ഞാൽ മൈദയായിട്ട് ഉണ്ടാക്കാം, അതുപോലെ തന്നെ അരിപ്പൊടിയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ കൂടുതൽ ഹെൽത്തി നമ്മൾ വീറ്റ് ഫ്ലോർ കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കുക. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ കമൻറ്റുകളൊക്കെ അയക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്നും നോക്കേണ്ട, വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, ബൈ ബൈ, അസ്സലാമു അലൈക്കും. വീണ്ടും അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരും. ബൈ ബൈ.